ചരിത്രത്തെ സംരക്ഷിക്കാനെന്ന പേരിൽ ചരിത്രത്തെ തകർത്ത് ആ തകർന്ന ചരിത്രത്തിൽ നിന്നും ഒരു കട്ടയെടുത്ത് ആ കട്ടയെ പച്ച പുതപ്പിച്ച് പൂജാമുറിയിലിരുത്തി ചരിത്രപരമായ ഒരു അടിക്കുറിപ്പും എഴുതി വെച്ചിട്ട് ചരിത്രം അന്വേഷിച്ച് വരുന്ന വിദേശികളുടെ കയ്യിൽ നിന്നും കൊള്ളപ്പണം വാങ്ങിയുള്ള മനോഹര ജീവിതം. കൊള്ളാം രാമ. ഇതൊക്കെ കാണുമ്പോൾ നിന്റെ ഒരു അടുത്ത സുഹൃത്തെന്ന നിലയിൽ എനിക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കാം. ഒന്നുകിൽ വഞ്ചിച്ച് ജീവിക്കാനുള്ള നിന്റെ കുടുംബപരമായ പഴയ കഴിവ് നീ ഇപ്പോഴും പരിപോഷിപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് ഗുണമുണ്ടല്ലോ, അത് കാരണം നീ ഒരു വലിയ ജീവിത വിജയമായല്ലോ എന്നോർത്ത് അഭിമാനിച്ച് ആഹ്ലാദിച്ച് ഇതുപോലെ വലിഞ്ഞു കയറി വന്ന് നിന്റെ കള്ളും കുടിച്ച് വിരുന്നുകൊണ്ട് സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. അല്ലെങ്കിൽ ഇതുപോലെ ഇതൊക്കെ കണ്ട് കണ്ണും തള്ളി അസൂയപ്പെട്ട് നിന്റെ കള്ളും കുടിച്ച് വിരുന്നുകൊണ്ട് വാളും വെച്ച് തിരിച്ച് വീട്ടിൽ പോവാം. പക്ഷെ ഇത് രണ്ടും ഈ മനോഹര രാത്രി എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ കാണുന്നതിന്റെ ഒക്കെ യഥാർത്ഥ ഉടയോൻ ഞാനായി പോയില്ലേ. നിന്റെ തന്ത കാണിച്ച ചതിയില് നീ കെട്ടിപ്പൊക്കിയ ഈ സാമ്രാജ്യത്തില് നീയും ഞാനും ഇപ്പൊ ഇരിക്കുന്ന ഈ തറയില് എന്റെ ഉമ്മയുടെയും പെങ്ങന്മാരുടെയും കണ്ണീരുണ്ടെന്ന് നിനക്കറിയാം. എന്റെ വാപ്പയുടെ ചോരയുണ്ടെന്ന് നിനക്കറിയാം. ചെയ്ത തെറ്റെന്താണെന്ന് അറിഞ്ഞിട്ടും അതിലൊട്ടും കുറ്റബോധം തോന്നാതെ അതിന്റെ എല്ലാ ഗുണഭോഗങ്ങളും ആസ്വദിച്ചൊരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യായവിധി അനിവാര്യമാണ്, ഒരു തീർപ്പ്. വിധി തീർപ്പിലും പക തീർപ്പിലും ഒരുപോലെ കുടിയേറിയ ഇരട്ടത്തലയുള്ള ആ ഒറ്റ വാക്ക് തീർപ്പ്. എന്നെങ്കിലും വഴിയിൽ വെച്ച് കണ്ട എന്റെ ചെകിടടച്ചൊരെണ്ണം തന്നിട്ട് പോണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷെ ഇനി അതല്ല. ഭർത്താവിന്റെ ചതിയുടെ ഇതിഹാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ 3 പേരുമാണ് ഇതിന്റെ ജൂറി. ഞാൻ അബ്ദുള്ള മരക്കാർ, പരമോന്നത ജഡ്ജി. പേരെന്താ പറഞ്ഞ? മൈഥിലി. എല്ലാം തികച്ചുണ്ടല്ലോ. പറ, കഥ ബാക്കി പറ. വക്കീൽ എന്റെ വാപ്പയെ നക്കല് വായിച്ച് കേൾപ്പിച്ചു. എന്തായിരുന്നു അത്? കടപ്പുറം 4 ഏക്കർ മാത്രം നമുക്ക്, ബാക്കി തൊടൂലാണ്. തന്റെ ആര്യപുത്രന്റെ അവന്റെ തന്തയുടെ ഈ ചതിക്കഥ ഒരു സിനിമയിലൊന്നും തീരില്ല. ഒരു ഗെയിം ഓഫ് ത്രോൺസ് ലൈനാണ്. രാമനടുത്ത സീൻ പറയടാ. Mr. Menon, Mr. Nair, we need that ancient house along with the beachfront property. ഒരിടം മാത്രം പോരാ, വീടും വേണമെന്ന്. മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിൽ കാര്യമില്ലെന്നാ പറയുന്നത്. Else, we just drop this deal altogether. ഇല്ലെങ്കിൽ ഡീല് വിട്ടുകളയുന്നു. എന്താ? ഒരു മിനിറ്റ് പോരാ. എന്താടാ? എടാ, അവരുടെ മുടി നോക്കടാ, നല്ല രസല്ലേ? എന്താ ഇത് വേണോ? ഓട്ട് കമ്പനി നഷ്ടത്തിലായി ലക്ഷക്കണക്കിന് രൂപ കടന്റെ തലയിലും തോളിൽ വീണപ്പോ നിന്റെ ജന്മത്തിന്റെ കാലിൽ വീണിരുന്നാ ഞാൻ ഒരു നോയോ പൈസ എഴുതുന്നില്ല. എന്താണോ നായര്? വായി നോക്കാൻ പഠിക്ക. എന്താ അങ്ങോട്ട് നമ്മളിവരോട് ഇപ്പൊ എന്താ പറയേണ്ടത്? ഇവര് പറഞ്ഞ പോലെ ചെയ്ത അതിൻ്റെതായിട്ട് ലാഭം നമുക്കും വേണ്ടേ? അതൊക്കെ അവർ തരും, തന്നേ പറ്റൂ. അതെങ്ങനെ? ഒരു വിദേശ കമ്പനിക്ക് ഇന്ത്യയിൽ വന്ന് ഇവിടെ ഒറ്റയ്ക്കൊന്നും തുടങ്ങാൻ തൽക്കാലം പറ്റില്ല. ഇവിടുത്തുകാരുടെങ്കിലും പേരിൽ ആദ്യം സ്ഥലം വാങ്ങി ഇവരെ കമ്പനിക്ക് ഒന്നുകിൽ ലീസിന് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ കമ്പനി നടത്താൻ പോണ കച്ചവടത്തിൽ ഇവരെ നമ്മൾ ഓവർസീസ് പാർട്ട്ണർ ആക്കണം. നടക്കുമല്ലോ അല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മൊത്തത്തിൽ കുഴപ്പം തന്നെയാണ്.
അതുകൊണ്ട് ആദ്യം താൻ തന്നെ ഒരു തീരുമാനം എടുക്കുക, ചെയ്യണോ വേണ്ടയോ, എന്നിട്ട് എന്നെ അറിയിക്കുക. അങ്ങനെയല്ല, അതിന് താൻ പറ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാൽ ഞാൻ ഒരു സത്യം കൂടെ പറയാം. മനസ്സാക്ഷി ഇല്ലാത്ത ആളുകൾ മനസ്സാക്ഷി ഉണ്ടെന്ന് അഭിനയിക്കാൻ തുടങ്ങിയ അത് അവർക്കും ബുദ്ധിമുട്ടാവും, അവരെ സഹായിക്കാൻ നിൽക്കുന്ന ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ ആക്ടിങ് ആദ്യം നിർത്താം. തൻ്റെ ഒരേ ഒരു അവസരം ഇതാ. ബഷീർക്കാക്ക് ലക്ഷങ്ങൾ എണ്ണി കൊടുത്തിട്ടല്ലേ, അല്ലാതെ ഓശാരത്തിനൊന്നും അല്ലല്ലോ. അയാൾക്ക് വായിച്ചു കൊടുത്ത നക്കലില് ആവശ്യമുള്ള തിരുത്തലുകളൊക്കെ ഞാൻ നടത്തിക്കോളാം, അതെനിക്ക് വിട്ടേക്ക്. ഇത് തൻ്റെ പേരിൽ ആദ്യം എഴുതി വാങ്ങുക. കൂടുതൽ വലിയ മനസ്താപമൊന്നും വേണ്ട. തന്റെ ഷെയർ ഇവരുമായിട്ടുള്ള ഡീൽ ഒപ്പിട്ടതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും വേണ്ടി മറ്റൊരു എഗ്രിമെന്റ് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യാം. ഇതിലെ മോറൽ റിസ്ക് മൊത്തത്തിൽ തനിക്കായതുകൊണ്ട് ഈ ഡീലിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ 80% തനിക്ക്, 20% എനിക്ക്. വേറൊന്നുകൂടെ ചോദിക്കണം. തൻ്റെ കാലശേഷം തൻ്റെ മോന് കമ്പനിയിലും ലാഭത്തിലും ഒരു ഹോൾഡ് വേണം. പിന്നെ ഇതേ ടേംസിൽ തന്നെയായിരിക്കും രാമനും കല്യാണും തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ്. ഓക്കെ?